ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വിജയ് ചിത്രം ജനനായകൻ്റെ റിലീസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയെ, അതായത് ഹൈക്കോടതിയെ പോയി നിങ്ങൾ സമീപിക്കൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ജിഷ്ണു ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കേസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കൂ എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വിജയുടെ പുതിയ ചിത്രമായിട്ടുള്ള ജനനായകന്റെ സെൻസർ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻസർ അനുമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അതിന്റെ അനുമതി നിഷേധിക്കുകയും ആ ചിത്രത്തിന് സ്റ്റേ നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു നിർമ്മാതാക്കളായിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിച്ച വേളയിൽ തന്നെ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നും തങ്ങളുടെ അഭിപ്രായവും വാദവും കേൾക്കാതെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കരുത് എന്നൊരു തടസ്സ ഹർജി സെൻസർ ബോർഡ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. ഈ വിഷയം നിലവിൽ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിഷയവുമായി നിങ്ങൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് KVN പ്രൊഡക്ഷൻസിന്റെ ഹർജി നിലവിൽ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്. ഈ കേസ് ഈ മാസം 20-ന് പരിഗണിക്കും എന്ന് നേരത്തെ തന്നെ മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജനനായകന്റെ റിലീസിന് സെൻസർ ബോർഡ് അനുമതി നൽകുന്നതിന് അഭിപ്രായം രേഖപ്പെടുത്തുകയും അത് കോടതിയിലേക്ക് എത്തുകയും ആദ്യം മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചിത്രത്തിന് അനുമതി നൽകിയെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തിയപ്പോൾ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് വിജയുടെ പുതിയ ചിത്രത്തിന്റെ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം തമിഴ്നാട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ റിലീസിന് വലിയ ബന്ധങ്ങളുണ്ട്, അതിന് വലിയ മാനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കൂടി ഒരു വിലയിരുത്തൽ കൂടി നമുക്ക് ജിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും തമിഴ്നാട് പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ നിലവിൽ പൊങ്കൽ സമയമാണ്. സിനിമ റിലീസുകൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നൽകുന്ന സമയം. ഒപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയ് പാർട്ടിയെ TVKയെ കൊണ്ടുപോവുകയാണ്. ആ ഘട്ടത്തിലാണ് വിജയ് തന്നെ പ്രഖ്യാപിച്ചത് തൻ്റെ അവസാന ചിത്രം എന്നുള്ളതാണ് ജനനായകൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രാഷ്ട്രീയപരമായും ഒപ്പം സിനിമാ മേഖലയെ പരിശോധിക്കുമ്പോൾ പൊങ്കൽ സമയത്ത് റിലീസ് നടത്തുക എന്ന വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആ സമയത്താണ് പക്ഷേ ഇതിന് സെൻസർ ബോർഡ് അനുമതി നൽകാനാകില്ല, അത്രയും വിഷയങ്ങൾ ചില കാര്യങ്ങളുണ്ട് എന്ന് സെൻസർ ബോർഡ് കോടതിയെ അറിയിക്കുകയും ആദ്യം സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ച് സെൻസർ ബോർഡിന്റെ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന് ജനനായകൻ എന്ന വിജയ് പ്രഖ്യാപിച്ച തൻ്റെ അവസാന ചിത്രത്തിന് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു സ്റ്റേ നൽകിയത്. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വിശദമായ വാദം നടക്കും. ശ്യാം ചൂണ്ടിക്കാട്ടിയതുപോലെ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അടുത്തൊരു 3 മാസത്തിനുള്ളിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് തമിഴ്നാട്. അവിടെ TVK എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രഖ്യാപനം വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് ജനനായകൻ. വിശദാംശങ്ങൾ നൽകിയത്.